ഹലോ, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ അധികം ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ റിലാക്സ്ഡ് കൂളായിട്ടാണ് എണീറ്റ് വന്നത്. കാരണം സാനുമോളുടെ ഇന്ന് സ്കൂളിൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. അതായത് ഈ ഒരു അക്കാഡമിക് ഇയറിൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ. അപ്പോൾ എന്തെങ്കിലും വളരെ ലൈറ്റായിട്ടൊക്കെ കൊണ്ടുപോയാൽ മതി, ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും വേണ്ട. കാരണം ക്ലാസ് പാർട്ടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ ന്യൂട്ടെല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ഒരു സ്റ്റിക്സ് പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വന്ന് ബ്രെഡിൻ്റെ ഒരു അറ്റമൊക്കെ കട്ട് ചെയ്ത് അതിൽ ന്യൂട്ടെല്ല എല്ലാം തേച്ചിട്ട് ടോസ്റ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തു. എന്നിട്ട് നല്ല ഇതുപോലെ നല്ല നീളൻ്റെ ആ സ്റ്റിക്സിൻ്റെ ആ ഒരു സൈസിന് കട്ട് ചെയ്ത് എടുത്തു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയ കാരണം തന്നെ സ്കൂള് വേഗം കഴിയും, 12 മണി വരെ ഉള്ളൂ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് വർക്കിംഗ് ഡേയും കൂടി ആയ കാരണം ഇന്നത്തെ ഡേ ഫുള്ള് പാർട്ടിയിലും സ്നാക്സിലൊക്കെയാണ് പോവുക. അപ്പോൾ ന്യൂട്ടെല്ല ബ്രെഡ് സ്റ്റിക്സും പിന്നെ കുറച്ച് ബിസ്ക്കറ്റും ബോർബോൺ ബിസ്ക്കറ്റും അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു സാനുമോളുടെ ടിഫിൻ ബോക്സിൽ. പിന്നെ ഇന്ന് ബുക്സും ഒന്നും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ബാഗ്, ചെറിയൊരു ബാഗിൽ ഒരു റഫ് നോട്ടും കളർ പെൻസിൽസും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എക്സ്ട്രാ ലഞ്ച് ബാഗിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടിഫിൻ ബോക്സ് അതും ആ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു. ഇപ്പോൾ സാനുമോളുടെ ഒരു റഫ് നോട്ടാണ് ഇത് 2 സൈഡും ഫുള്ളൊരു ഇത് വെച്ച് കവർ ചെയ്തിട്ട് കുറച്ച് പേളും ബീഡ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടിയ ഒരു ബുക്കാണ്. ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. നല്ല സാനുമോൾ തന്നെ തിരഞ്ഞ് കണ്ടുപിടിച്ച് എടുത്തതാണ്. അപ്പോൾ ആ റഫ് നോട്ടും പിന്നെ കുറച്ച് പെൻസിൽസും കളർ പെൻസിൽസും എല്ലാം കൂടിയിട്ട് ബാഗിൽ വെച്ച് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ഇന്ന് പിന്നെ ക്ലാസ് പാർട്ടി ആയ കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ഞാൻ വേറൊരു ബോക്സിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. റഫേലോ ചോക്ലേറ്റും പിന്നെ ഡേറ്റ്സ് ചോക്ലേറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാവരുടെ കൂടെയും ഷെയർ ചെയ്ത് കഴിച്ചോളാൻ പറഞ്ഞിട്ട് കൊടുത്തു. കാരണം ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയ കാരണം ഇനി അടുത്ത കൊല്ലം, അത് നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ ഈ ക്ലാസ്സിലെ കുട്ടികൾ തന്നെ ഉണ്ടാവുമോ എന്താണെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറഞ്ഞ് അതും വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ചോക്ലേറ്റ്സും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് അവർക്ക് ഒരു മൂവി ഡേയും കൂടിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇൻഡോർ ക്യാമ്പിങ്ങും മൂവിയൊക്കെ എല്ലാം ക്ലാസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാങ്കറ്റും പില്ലോ ഇതെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബ്ലാങ്കറ്റും റെഡ് കളർ ഒരു സിംഗിൾ ബ്ലാങ്കറ്റും പിന്നെ ഒരു ചെറിയൊരു കുഷനും അതും കൂടി ഇന്ന് കൊണ്ടുപോകാൻ ഉണ്ട്. അപ്പോൾ അതും ഒരു സെപ്പറേറ്റ് ഒരു ബാഗിൽ വെച്ച് കൊടുത്തു സാനുമോൾക്ക്. ഇന്നലെ തന്നെ സാനുമോൾ നല്ല ടെൻഷനിലായിരുന്നു. കാരണം ഏത് മൂവിയാണ് ക്ലാസ്സിൽ പ്ലേ ചെയ്യാൻ പോകണമെന്ന് ആ ഒരു എന്താ പറയുക, ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ള മൂവി ഉണ്ടാവുമോ, അതോ എങ്ങനത്തെ മൂവിയാണെന്നൊക്കെ ആലോചിച്ച് ഇന്നലെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതും ബ്ലാങ്കറ്റും പില്ലും അതും വെച്ചു കൊടുത്തു. പിന്നെ വേറൊരു സംഭവം കൂടിയും സാനുമോൾ ക്ലാസ് ടീച്ചർക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഐക്യ പോയപ്പോൾ ഐക്യന്ന് വാങ്ങിച്ചതാണ്. ഒരു സക്യുലൻറ്റ് ആണത്. അപ്പോൾ അത് മിസ്സിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഇന്നലെ ഇരുന്ന് മിസ്സിന് ഒരു നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ ഗ്രോ എന്നും പറഞ്ഞിട്ട് ഒരു നോട്ടും അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അതും ആ പ്ലാന്റിൻ്റെ ആ ഒരു പോട്ടിൻ്റെ ഉള്ളിൽ അത് വെച്ച് ഒരു നെറ്റിൻ്റെ ആ ഒരു ക്ലോത്തിൻ്റെ പീസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് മിസ്സിന് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് ഒരു ചെറിയൊരു പേപ്പർ കവറിലാക്കിയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും ക്ലാസ് ടീച്ചർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം വളരെ ഇഷ്ടപ്പെട്ടൊരു ടീച്ചറാണ്, നല്ലൊരു ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ മിസ്സിന് ഗിഫ്റ്റ് കൊടുക്കണമെന്നും പറഞ്ഞ് അവൾ തന്നെ പോയി തിരഞ്ഞ് കണ്ടുപിടിച്ച്, പ്ലാന്റ് ആണെങ്കിൽ മിസ്സിന് എപ്പോൾ പ്ലാന്റ് മിസ്സ് വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ എൻ്റെ ഓർമ്മ വരും എന്ന് പറഞ്ഞിട്ടാണ് അവൾ ഈ ഒരു ഗിഫ്റ്റ് മിസ്സിന് വേണ്ടിയിട്ട് എടുത്തത്.
പിന്നെ നോമ്പിൻ്റെ സമയമായ കാരണം സ്കൂളിലേക്ക് നേരത്തെ പോകണ്ട, കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി. ഏതായാലും ഇപ്പോൾ 6:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ പോയി സാനുമോളെ വിളിച്ചാലാണ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റെഡി ആവണം, കാരണം ഇന്ന് കളർ ഡ്രസ്സും കൂടിയാണ്. ഐ.ഡി. അപ്പോൾ അതങ്ങനെ റെഡിയായി ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാണ് സാനുമോളുടെ കോസ്റ്റ്യൂം. കോഡ് സെറ്റാണ്. ഇന്നലെ പോയി തിരഞ്ഞ് കണ്ടുപിടിച്ച് വാങ്ങിച്ചതാണ്. മൂവി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് കോഡ് സെറ്റ് വാങ്ങിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റിൻ്റെ ഒരു ദൂരമേ ഉള്ളൂ സ്കൂളിലേക്ക്. അപ്പോൾ സാനുമോളെ വിട്ട് വന്ന് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയ കാരണം നേരത്തെ പിക്ക് ചെയ്യാൻ പോവും വേണം. അപ്പോൾ വേഗം പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം കുറച്ചൊന്ന് ചായ വെച്ചൊരു ഒന്ന് കുടിച്ചതിന് ശേഷം അതിൻ്റെ സൈഡ് കൂടിയിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയും സൈഡ് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ മീൻ കൂട്ടാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതും പിന്നെ വെണ്ടയ്ക്ക ഉപ്പേരിയും കൂടിയിട്ട് നമുക്ക് ഉച്ചത്തേക്ക് റെഡിയാക്കാം. അത് ഉച്ചത്തേക്ക് അത് കഴിക്കാമെന്നുള്ള ഒരു പ്ലാനിലാണ്. ഇപ്പോൾ വേഗം വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ഫ്രൈഡേയ്സൊക്കെ എല്ലാം ഇങ്ങനെ തിരക്ക് പിടിച്ച ദിവസമായ കാരണം എന്തെങ്കിലും കുറച്ച് കാര്യമായിട്ടുള്ള കറി ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും പിന്നെ നമുക്ക് രാവിലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ചെറിയൊരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെണ്ടയ്ക്ക നമ്മൾ ആദ്യം നല്ലോണം കഴുകുമല്ലോ. അപ്പോൾ അത് കഴുകി കഴിഞ്ഞിട്ട് ഒരു പേപ്പർ ടവലുകൊണ്ട് അത് നന്നായിട്ട് ഒന്ന് തുടച്ച് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് അതിന് ശേഷം നമ്മളത് വെണ്ടയ്ക്ക ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നമ്മൾ മുറിക്കുകയാണെങ്കിൽ അത് അധികം വളരെ സ്റ്റിക്കി ആവില്ല. അല്ലെങ്കിൽ അതിൽ ആ ഒരു വെണ്ടയ്ക്കയിൽ ആ ഒരു വെള്ളം നനവും കുറച്ച് വാട്ടർ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റിക്കി ആവും ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ അത് കഴുകി ആ ടവലുകൊണ്ട് പേപ്പർ ടവലുകൊണ്ട് ഒന്നിങ്ങനെ അതിലത്തെ വെള്ളമൊക്കെ ഒന്നിങ്ങനെ ഒപ്പിയെടുത്ത് എന്നിട്ട് കട്ട് ചെയ്ത് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ അധികം സ്റ്റിക്കി ആവില്ല. അപ്പോൾ ഉപ്പേരിയുടെ പണികളൊക്കെ ഒരു സൈഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് തുണിയും ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം അതും വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിയുമ്പോഴേക്കും അവിടുത്തെ ആ ഒരു വാഷിംഗ് മെഷീൻ്റെ കഴുകലും കഴിയും. അപ്പോൾ ഞാൻ കൂടുതലും ഈ വാഷിംഗ് മെഷീനിൽ ഇടുന്ന സമയത്ത് ഇതുപോലെ പോഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറ്. കാരണം ലോണ്ട്രി ലിക്വിഡ്, ലോണ്ട്രി സോഫ്റ്റ്നർ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും യൂസ് ചെയ്യും വേണ്ട. പിന്നെ ഇത് കുറച്ചും കൂടിയും ബെറ്ററായിട്ട് എനിക്ക് തോന്നാറുണ്ട്. തുണികളൊക്കെ നല്ലൊരു ബ്രൈറ്റായിട്ട് ഉള്ളത് തോന്നാറുണ്ട്. പിന്നെ അങ്ങനെ ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായി വന്നു. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച ഒരു കോളിഫ്ലവറിൻ്റെ ഒരു സബ്ജി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ചൂടാക്കി ഒന്ന് വെച്ചു, ചോറ് വെച്ചു. പിന്നെ ബാക്കി കുക്കിംഗ് കഴിഞ്ഞതിൻ്റെ പാത്രങ്ങളെല്ലാം ഒന്ന് വേഗം കഴുകി വെച്ചു. കാരണം ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം സ്കൂളിലേക്ക് സാനുമോളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാൻ. അപ്പോൾ വേഗം അങ്ങനെ പണികളൊക്കെ തീർത്തിട്ട് ഇവിടെ സ്കൂളിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ 11:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തി. അപ്പോൾ 11:50 സ്കൂൾ വിടും. അപ്പോൾ 11:30 ആകുമ്പോഴേക്കും എത്തി. കാരണം ഇത് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, കുറച്ച് നേരത്തെ വന്ന് വെയിറ്റ് ചെയ്യണം, എന്നാലേ പാർക്കിങ്ങിന് സ്ഥലം കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം യൂഷ്വലി നേരത്തെ വന്നിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി ഒരു കുറച്ച് നേരം ഒരു 15 മിനിറ്റും കൂടിയും ഉണ്ട്. എന്നിട്ട് അതോട് കൂടിയിട്ട് ഇപ്പോൾ സാനുമോളുടെ ഒരു അക്കാഡമിക് ഇയർ കഴിഞ്ഞു. ഇനി അടുത്തൊരു 15 ദിവസം ലീവാണ്. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയ കാരണം ഒന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചു. എന്നാലും ശരി, ഏതായാലും ഇപ്പോൾ ഉണ്ടാക്കി വെച്ചതിന് ഇപ്പോൾ രാത്രിക്ക് എടുക്കാൻ വിചാരിച്ചു. സാനുമോളെയും കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ലഞ്ചിന് പോകാമെന്ന് കുറച്ച് പ്ലാനുണ്ട് എനിക്ക്. ഏതായാലും കുറച്ച് ഇവിടെ അടുത്ത് ഇബൻ ബത്തുത്ത മോൾ ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റിൽ ഒരു 2 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ സ്കൂളിൽ നിന്ന്. അപ്പോൾ ഏതായാലും എനിക്ക് അവിടെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതും കൂടിയും കഴിഞ്ഞിട്ട് അങ്ങനെ സാനുമോളുടെ കൂടെ
ലഞ്ച് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാച്ചിട്ടാണ് ഇപ്പോൾ പ്ലാൻ. അപ്പോൾ ഏതായാലും നമുക്ക് സാനുമോൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് റോഡിൻ്റെ 2 സൈഡിലും ഇത് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പാരൻസൊക്കെ വെയിറ്റ് ചെയ്യണം. ഇതാണ് കുറച്ച് നേരത്തെ വന്നാലേ കുറച്ച് സ്കൂളിൻ്റെ ആ ഗേറ്റിൻ്റെ അടുത്തായിട്ട് പാർക്കിങ് കിട്ടുള്ളൂ. അപ്പോൾ സാനുമോളെ പിക്ക് ചെയ്ത് ഞാനിവിടെ മോളിൽ എത്തി ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്തു. സോ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തത് ക്ലാസ്സിൽ? ഞങ്ങൾ മൂവി കണ്ടു. എന്ത് മൂവിയാ കണ്ടത്? മഡഗാസ്കർ. പിന്നെ മിസ് ഞാനാണ് മഡഗാസ്കർ ചൂസ് ചെയ്തത്, മിസ്സിനെ അലൗ ചെയ്തു. പിന്നെ ഞങ്ങൾ ബ്ലാങ്കറ്റ് എടുത്തിട്ട് ഫുഡൊക്കെ ഷെയർ ചെയ്ത് ശ്രമിച്ചിരുന്നു. ഒരു ഫ്രണ്ട് എനിക്കും എൻ്റെ വേറെ ഫ്രണ്ട്സിനൊക്കെ പോപ്കോൺ ഷെയർ ചെയ്തു. ബിക്കോസ് ഞങ്ങൾ കുറേ പേരിന്ന് പോപ്കോൺ കൊണ്ടുവന്നില്ല, പക്ഷെ കുറേ ഫുഡ് കൊണ്ടുവന്നു. ഞാൻ ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നു. അതെൻ്റെ ഫ്രണ്ട്സിന് ഞാൻ തന്നെ ചോക്ലേറ്റൊക്കെ എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഒരു ബോയ് ഉണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ. ആ ബോയ് എൻ്റെ ഫ്രണ്ടാണ്. ആ ബോയിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തു. പിന്നെ എൻ്റെ ഫ്രണ്ട് പോപ്കോണും ചോക്ലേറ്റും ട്രൈ ചെയ്തപ്പോൾ പക്ഷെ ആ പോപ്കോണിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അത് നോർമൽ മാത്രമേ. നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലേ, ട്രൈങ് ഔട്ട് വിയർഡ് കോമ്പോസ്, അതുമാതിരി ട്രൈ ചെയ്തതാവും തോന്നുന്നു. അങ്ങനെ ട്രൈ ചെയ്തു. അപ്പോൾ ഞാനും ഒരു ട്രൈ ചെയ്യുമ്പോൾ അത് ചോക്ലേറ്റ് മാതിരി തന്നെ ഉണ്ട്, സെയിം തിങ്. ഞാനും വീട്ടിലുണ്ടാക്കാം, നമുക്ക് 2 ആളും കൂടി നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. ഇന്ന് കുറച്ചൊരു ക്ലൗഡി ആയിട്ടുള്ളൊരു ദിവസമാണ്, അധികം വെയിലൊന്നുമില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരിത്തിരി വെയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ വെയിലില്ല. ഒരു മഴ വരുമോ വരില്ലേ എന്നുള്ള അങ്ങനെ ഒരു ക്ലൈമറ്റിലാണ് ഉള്ളത്. ഏതായാലും മഴ വരില്ല എന്ന് പ്രതീക്ഷിക്കണം. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 മഴ പെയ്തപ്പോൾ തന്നെ മതിയായി. ഇനിയിപ്പോൾ മഴയൊന്നും മഴ സഹിക്കാനുള്ള ഇതൊന്നും ആർക്കും ഇല്ല, മതിയായി. ഇതോടുകൂടി മഴ മതിയായി. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം മതി. ഇനിയിപ്പോൾ ഈ കൊല്ലത്തേക്കുള്ള മഴ മതി എന്നും പറഞ്ഞ് ഇവിടെ എല്ലാവരും ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അത്യാവശ്യമായിട്ടുള്ള തിരക്ക് പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സാനുമോൾക്ക് വൈകുന്നേരം ഡാൻസ് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു വീക്കെൻഡാണിത്. അപ്പോൾ ഇതൊരു ചെറിയൊരു വ്ളോഗ്, ഒരു ഫ്രൈഡേ വ്ളോഗ്, മോർണിംഗ് ടു ആഫ്റ്റർനൂൺ വരെയുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ കുറേ നാളത്തേക്ക് ദിവസത്തിന് ശേഷമാണ് ഞാനൊരു വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.